പല്ലുകൾക്കുണ്ടാകുന്ന ഗ്യാപ്പ് നമുക്ക് ഒരു മേജർ എസ്തെറ്റിക് ഇഷ്യൂ തന്നെയാണ്. നമ്മൾ ഒത്തിരി കൺസേൺഡ് ആയിട്ടുള്ളൊരു എസ്തെറ്റിക് ഇഷ്യൂ ആണ്. അത് മെയിനായിട്ട് നമുക്ക് ഫ്രണ്ട് വശം മുൻവശത്ത് വരുന്ന ഗ്യാപ്പ്, അത് ഒത്തിരി റീസൺസ് കൊണ്ടിട്ട് വരാം. അതിൽ മെയിനായിട്ട് നമുക്ക് മോണരോഗമോ അല്ലെങ്കിൽ ഓർത്തോ ചെയ്തിട്ട് റിലാപ്സ് ആവുകയോ അല്ലെങ്കിൽ ചെറിയ സൈസ് പല്ലുകൾ കൊണ്ടിട്ടൊക്കെ പല്ലിൽ ഗ്യാപ്പ് വരുന്നതാണ്. നമുക്കിതിന് മേജറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ വെനീർസ് കൊടുക്കാം. വെനീർസ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ഒന്ന് കോമ്പോസിറ്റ് വെനീർസും ഉണ്ട്, രണ്ടാമത് സെറാമിക് വെനീറും ഉണ്ട്. കോമ്പോസിറ്റ് വെനീർ എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സൈഡിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. പല്ല് ചെറുതായിട്ട് മാത്രം റെഡ്യൂസ് ചെയ്തിട്ട് കോമ്പോസിറ്റ് മെറ്റീരിയൽ വെച്ച് ഒട്ടിച്ച് വിടുകയാണ് ചെയ്യുന്നത് പ്രോപ്പർ പോളിഷിങ്ങിൽ. രണ്ടാമത്തേന്ന് പറയുന്നത് സെറാമിക് വെനീറാണ്. അത് ഒന്നിൽ കൂടുതൽ ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ്സ് ആവശ്യമാണ്. ഇതിൽ നമുക്കൊരു സെറാമിക് ലാമിനേറ്റ് പോലത്തെ ഒരു സാധനം, ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മൾ പല്ലിൻ്റെ പുറത്ത് ഒട്ടിച്ച് വയ്ക്കും. കുറച്ചുകൂടെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് സെറാമിക് വെനീർ. അതല്ലാതെ നമ്മൾ പോകേണ്ടത് പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലീസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഓപ്ഷൻ പെരിഡോണ്ടൽ പേഷ്യൻസ്, മോണരോഗമുള്ളവർക്ക് കൊടുക്കുന്നത് ക്രൗൺസ് പോലത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് പിന്നെ പോകുന്നത് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലാണ്. അത് ഓർത്തോ ചെയ്ത് റിലാപ്സ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ റീ ഓർത്തോ ട്രീറ്റ്മെൻറ്റ്, അതായത് കമ്പി ഇടുകയോ അല്ലെങ്കിൽ അലൈനേഴ്സ് പോലത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലൊക്കെ പോയിട്ട് ഗ്യാപ്പ് കവർ ചെയ്യാന്നുള്ളതാണ്.